ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെയിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഇന്ന് ഞാൻ സ്വാമീനെ പറ്റി വേറൊരു നിങ്ങൾക്കറിയാത്ത എന്നാൽ ചിലവർക്ക് അറിയുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ എപ്പോൾ പോകുമ്പോഴും ഈ ഒരു കളറായിരിക്കും ഏകദേശം. ഈ ഒരു സിന്ദൂർ, നാരങ്ങി കളർ എന്നാണ് അതിൽ ഹിന്ദിയിൽ പറയാട്ടോ. ഒരു ഓറഞ്ച് ഷെയ്ഡ് ചെയ്ത സിന്ദൂറാണിത്. ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇത് നോക്കാം. ഇത് ഞാൻ ഇടാറുണ്ട്. ഇത് എല്ലാ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും കിട്ടും കേട്ടോ. എന്തുകൊണ്ടാണ് ഈ കളറ് സ്വാമിക്ക് പ്രിയം എന്നറിയാമോ? അതിന് 2 കഥകളുണ്ട്. അതിൽ ഒരു കഥ ഞാൻ പറയാം. ഒരു ദിവസം ജാനകി മയ്യ, അതായത് സീതാമാതാവ്, മയ്യ എന്ന് പറഞ്ഞാൽ മാതാവ് എന്നാണ് ഹിന്ദിയിൽ അർത്ഥം. അപ്പോൾ സീതാമയ്യ സിന്ദൂരം തൊടുവായിരുന്നു. ആ വഴി പോയ ഹനുമാൻ മാതാവ് എന്താണ് തൊടുന്നതെന്ന് ഇത്തിരി ക്യൂരിയസ് ആയിട്ട് നോക്കിയിട്ട് മാതാവിനോട് ചോദിച്ചു, അല്ലയോ മാതാവ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സീതാമാതാവ് പറഞ്ഞു, ഇത് രാമ ദീർഘായുസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിന്ദൂരം ധരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹനുമാൻ സ്വാമി, ജാനകി മാതാവിൻ്റെ കയ്യിലിരുന്നിരുന്ന സിന്ദൂരച്ചപ്പ് വലുതായിരുന്നു. സീതാമാതാവ് ഈ കുങ്കുമം തൊട്ടിട്ട് പോയി. സ്വാമി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുങ്കുമച്ചപ്പെടുത്ത് മേല് ഫുള്ളും പൂശിയിട്ട് നേരെ രാമൻ്റെ സദസ്സിലേക്ക് ചേർന്നു. അവിടെ ശ്രീരാമസ്വാമിയും കുറേ ആൾക്കാരും സദസ്സിലുണ്ടായിരുന്നു. ഇവരെല്ലാം ഹനുമാനെ കണ്ടപ്പോൾ ചിരിക്കാൻ തുടങ്ങി. ശ്രീരാമൻ, ആഞ്ജനേയ, നീ എന്താണ് ഈ ധരിച്ചിരിക്കുന്നത്? മേല് ഫുള്ളും എന്തിനാണ് ഇങ്ങനെ സിന്ദൂരം ധരിച്ചിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കണ്ട് കുറേ പേര് ചിരിക്കാനുണ്ടായിരുന്നു. ശ്രീരാമസ്വാമിക്കും ചിരി വന്നു, രാമനും ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഹനുമാൻ സ്വാമിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു, ഇത് മാതാവ് പറഞ്ഞത് സിന്ദൂരം തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമൻ്റെ ദീർഘായുസ് ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വാമിക്ക് വേണ്ടി എൻ്റെ ശരീരം ഫുള്ളും കുങ്കുമം ധരിച്ചിട്ട് വന്നത്. സ്വാമിയുടെ ദീർഘായുസിന് വേണ്ടിയിട്ടാണ്, സ്വാമിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ദീർഘായുസിനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ ചിരിച്ചു, പ്രഭു, താങ്കൾ ഇത്ര സന്തോഷിക്കുന്നുവല്ലോ, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ശ്രീരാമൻ ആഞ്ജനേയ സ്വാമിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത്ര നിഷ്കളങ്കനായ നിന്നെ ആര് ആത്മാർത്ഥമായി, നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി, മനഃശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും നീങ്ങുന്നതാണെന്ന് ഒരു വരദാനം ശ്രീരാമൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യത്തെ കഥ. ഹലോ ഭഗവാന്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനി എത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോയിട്ട് കാണാം കേട്ടോ.